വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുചേർന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ തിരുവചനം ധ്യാനിപ്പാനും ദൈവപാദപീഠത്തിൽ ഒരുമിച്ച് സന്തോഷത്തോടെ കൂട്ടായ്മയ്ക്കായി കൂടി വരുവാനും ദൈവമിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്നുചേർന്ന നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം തുടർന്ന് ചിന്തിപ്പാനായി മറ്റ് മുഖവരുകളൊന്നും കൂടാതെ തന്നെ കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അറിയിച്ചതുപോലെ ദൈവഹിതമായാൽ ഈ വരുന്ന ആഴ്ചകളിൽ മാസങ്ങളിൽ 2 ലേഖനങ്ങൾ നമ്മൾ പഠിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം പഠിക്കുവാൻ ദൈവം ഇടയാക്കി. പത്രോസിൻ്റെ 2-ാം ലേഖനവും തുടർന്ന് യൂദായുടെ ലേഖനവും പഠിക്കുവാനും താല്പര്യപ്പെടുന്നു. വിശേഷാൽ ആ പഠനത്തോടുള്ള പ്രധാനമായിട്ട് നമ്മൾ ഒരു ഡിവോഷണലായിട്ടുള്ള സ്റ്റഡിയാണ് ഈ മീറ്റിങ്ങുകളിൽ സാധാരണയായിട്ട് ചെയ്യുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ നമുക്കൊരു ബേസിസ് ഉള്ളതുകൊണ്ട് പുതിയ നിയമത്തിൽ നിന്ന് പൊതുവായിട്ട് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ പിന്നീട് കർത്താവ് സമയം അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ താല്പര്യപ്പെടുന്നു. റെഗുലറായിട്ടുള്ള ദൈവവചന പഠനവും അല്ലെങ്കിൽ പ്രസംഗവും ഒക്കെ അനാത്മികമായിട്ട് കാണുന്ന ഒരു പ്രവണത എങ്ങനെയോ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കിഷ്ടമുള്ള വാക്യങ്ങൾ ടു പിക്ക് ആൻഡ് ചൂസ്, നമുക്ക് സൗകര്യമുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് സ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് പറയുന്ന അങ്ങനെയുള്ള പഠനവും ചിന്തയും സത്യത്തിൽ നമുക്കൊരു ഗുണവും ചെയ്യത്തില്ല. തുടർച്ചയായിട്ടുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. തുടർച്ചയായിട്ടുള്ള പ്രസംഗങ്ങൾ ആവശ്യമാണ്. പൗലോസ് അങ്ങനെയാണ് ചെയ്തത്. പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനയും ഞങ്ങൾ അറിയിച്ചു തന്നു, ഒന്നും മറച്ചു വെക്കാതെ. ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ 66 പുസ്തകങ്ങളും നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവകാലത്ത് അത് സാധിക്കുമോ എന്നെനിക്കറിയില്ല. ഞാൻ അനേക വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഇന്നും ഒരു ചെറിയ അംശം മാത്രമേ കവർ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന കാര്യമല്ല, അത് അനേക ആവർത്തി കഴിഞ്ഞു. എന്നാൽ ഫോക്കസ് ചെയ്തുള്ളതാകുന്ന സ്റ്റഡി, ധ്യാനിക്കുക, അത് അല്ലെങ്കിൽ ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുറിച്ച് വെക്കുക, അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ആ പഠനം നമുക്ക് ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്താലും തീരാത്തതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകാൽ ഒരു പക്ഷേ പ്രായമുള്ളവർക്കും നമ്മുടെ യൂത്തിനെയുമൊക്കെ അവരെ ഒന്ന് ഫോക്കസ് ചെയ്ത് ദൈവവചനത്തിൻ്റെ ആ പ്രാധാന്യതയെക്കുറിച്ച്, ദൈവവചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ആ കാര്യങ്ങളൊക്കെ അല്പം ഒന്ന് പറയേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വേദപുസ്തകം ദൈവത്തിൻ്റെ വചനമാണെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ, നമ്മളങ്ങനെ പറയാറുണ്ട്, നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. സ്റ്റഡി ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ സ്റ്റഡി എന്നൊക്കെയുള്ള വേർഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനാത്മികമെന്നും ആത്മാവിൻ്റെ നടത്തിപ്പില്ലാത്തതെന്നും ഒക്കെയുള്ളൊരു ചിന്ത എങ്ങനെയോ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അങ്ങനല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാണ് ആ കാര്യത്തിൽ. ഒരു സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ ടീച്ചേഴ്സ് ആയിരിക്കിയാൽ
എൻ്റെ സകല ഗുരുക്കന്മാർ, ഐ എം വൈസർ ദാൻ ഓൾ മൈ ടീച്ചേഴ്സ് എന്നാ പറയുന്നത്. വിസ്ഡം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുവാനായിട്ട് നാം ഇപ്പോൾ കാണിക്കുന്നതിൽ അധികമാകുന്ന ഉത്സാഹം നമുക്ക് ആവശ്യം. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് രാവും പകലും പഠിപ്പിക്കണം. അവരുടെ ഹൃദയത്തിൽ അത് പ്രവേശിക്കണം. ദൈവത്തിൻ്റെ വചനം ഒരിക്കൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അത് വൃഥാവാകുകയില്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പേഴ്സണലി ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം, എന്നെ കർത്താവിങ്കിലേക്ക് നയിച്ചത് ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ച ദൈവവചനങ്ങളാണ്. ഒരു വീണ്ടും ജനന അനുഭവം എന്നിൽ ഉളവാക്കിയത് പിന്നീട് എൻ്റെ ഉള്ളിലേക്ക് തന്ന സൺഡേ സ്കൂൾ ത്രൂ അല്ലാതെയൊക്കെ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ദൈവവചനമാണ് എന്നെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാക്കി തീർത്തത്. പിൽക്കാലത്ത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഞാൻ ആ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് എൻ്റെ ചിന്തയിൽ നമ്മൾ പുതിയ നിയമത്തിലെ മിക്കവാറും ഭാഗങ്ങളൊക്കെ കവർ ചെയ്തു. ഇനി ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ട്. മത്തായി സുവിശേഷം നോക്കിയാൽ മത്തായി സുവിശേഷം 6, 7, 8 നമ്മൾ കവർ ചെയ്തു. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ ചിന്തിച്ചു. റോമാലേഖനം നമ്മൾ പഠിച്ചു. ഗലാത്യ ലേഖനം, കൊരിന്ത്യരുടെ 1, 2 ലേഖനങ്ങൾ, അതുപോലെ എഫേസ്യ ലേഖനം, ഫിലിപ്പ്യ ലേഖനം, കൊലോസ്യ ലേഖനം, അതുപോലെ 1, 2 തെസ്സലോനിക്ക ലേഖനങ്ങൾ, പിന്നീട് എബ്രായ ലേഖനം, വെളിപ്പാട് പുസ്തകം, യോഹന്നാൻ്റെ 1-ാം ലേഖനം. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു. ദീർഘമായിട്ടല്ല, ഒരു ഇൻഡെപ്ത് സ്റ്റഡി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 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 ജനറലായിട്ടുള്ളൊരു ഒരു ഔട്ട്ലൈൻ അതിൽ തരുവാൻ ഇടയായി തീർന്നു. അതുപോലെ ബേസിക്കായിട്ടുള്ള ഉപദേശങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ട്രൈ യൂണിറ്റി എന്ന വിഷയം, ത്രിയേകത്വം എന്ന വിഷയം നമ്മൾ അനേക ക്ലാസ്സുകൾ ചിന്തിച്ചു. നിസ്തുലനാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് അനേക ക്ലാസ്സുകൾ ചിന്തിച്ചു. അപ്പോൾ യേശു കർത്താവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചോ ത്രിയേകത്വത്തെക്കുറിച്ചോ ഒരാൾ നമ്മളോട് ചോദ്യം ചോദിച്ച് നമുക്ക് മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നാണക്കേടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ദൈവവചന പഠനം എന്നുള്ളത് ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാൻ ഒരു പ്രബോധനമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ ലേഖനത്തിൽ നിന്നും ഞാനതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അനേക കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു, അല്പം ഒരു അക്കാഡമിക്കായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് ചിന്തിച്ചു. എങ്കിലും പിന്നീട് ഞാനത് ചിന്തിച്ചു, ഒരു പക്ഷേ അത് പറയാൻ നിന്നാൽ നമുക്കതിൻ്റെ ആ സ്പിരിച്വൽ ആപ്ലിക്കേഷൻ പാർട്ടിലേക്ക് പോകാനുള്ള സമയക്കുറവ് നമുക്ക് ലഭിക്കും. ഈ പത്രോസിൻ്റെ ലേഖനവും 2-ാമത്തെ ലേഖനവും യൂദായുടെ ലേഖനവും തമ്മിൽ വളരെ സാമ്യമുണ്ട്. ഈ 2 ലേഖനങ്ങൾ നമ്മൾ ഇനിയും പഠിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ 2 ലേഖനങ്ങളിലും അനേക കാര്യങ്ങൾ ആവർത്തിച്ചെഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ ഒരു സവിശേഷത എന്നുള്ളത്, 1-ാമത്തെ ലേഖനത്തിൽ പഴയ നിയമ തിരുവെഴുത്തുകളെ പ്രധാനമായിട്ട് ബേസ് ചെയ്താണ് 1-ാമത്തെ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ 2 പീറ്ററിൽ പഴയ നിയമ തിരുവെഴുത്തുകൾ അധികമായിട്ട് അല്ലെങ്കിൽ പഴയ നിയമ തിരുവെഴുത്തുകളെക്കുറിച്ച് അധികമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയറക്റ്റ് കൊട്ടേഷൻസ് നമ്മൾ കാണുന്നില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും. എന്നാൽ അതേസമയം തന്നെ പത്രോസിൻ്റെ 2-ാം ലേഖനം പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളെ, എഴുത്തുകളെ തിരുവെഴുത്തുകൾ എന്നുള്ളതാകുന്ന ആ ഒരു പദവിയിൽ പത്രോസിൻ്റെ ലേഖനം, 2-ാമത്തെ ലേഖനം കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ
ലേഖനത്തെക്കുറിച്ച് പൊതുവായിട്ട് ചില കാര്യങ്ങൾ അല്പവാക്കുകളിൽ പറഞ്ഞ് നമുക്ക് അല്പം ചില കാര്യങ്ങൾ ചിന്തിക്കാം. 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലേഖനത്തിൻ്റെ കർത്താവ് ആരെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. ഒത്തിരി ഡിസ്പ്യൂട്ട്സ് ഉള്ള ഒരു പുസ്തകമാണ് പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം, പ്രത്യേകിച്ച് അതിൻ്റെ ഓതർഷിപ്പിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അതത്ര ക്ലിയർ അല്ലേ പത്രോസിൻ്റെ ലേഖനം, അത്ര ക്ലിയർ അല്ലേ, ശീമോൻ പത്രോസ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന നിലയിലല്ല അതിനെക്കുറിച്ചുള്ളതാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഫെയ്ത്ത് എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ പത്രോസിൻ്റെ 2-ാം ലേഖനം പത്രോസിൻ്റെ പേരിൽ മറ്റൊരാൾ എഴുതിയതാകാം എന്നൊക്കെ പറയുന്ന ചിന്തകൾ വന്നിരിക്കുന്നു എന്ന കാരണം, അനേക കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അതൊക്കെ ഏറെക്കുറെ ഒരു വാലിഡ് ആർഗ്യുമെൻ്റായിട്ട് തോന്നും. എങ്കിൽ തന്നെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനകത്തുള്ള ഇൻറ്റേർണൽ എവിഡൻസ്, ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് അപ്പോസ്തലനാകുന്ന പത്രോസാണ് എഴുതിയതെന്ന് നാം അംഗീകരിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, പത്രോസിൻ്റെ പേരിൽ മറ്റൊരാൾ എഴുതിയതാകാം എന്ന ചിന്ത അനേക വേദപണ്ഡിതന്മാർ വെച്ച് പുലർത്തുന്നുണ്ട്. അതിനവർ വളരെ സ്ട്രോങ് കേസ് നൽകുന്നുമുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് യേശു കർത്താവിനെ നേരിട്ട് കണ്ട, യേശു കർത്താവിൻ്റെ മഹിമയ്ക്ക് സാക്ഷ്യം വഹിച്ച ശീമോൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്തു ശിഷ്യനാൽ രചിക്കപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ 1-ാമത്തെ അധ്യായം തന്നെ അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. അപ്പോൾ പൗലോസ് അല്ലെങ്കിൽ പത്രോസ് ഇവിടെ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഓതർ, ഈ ലേഖനം എഴുതിയ ഗ്രന്ഥകർത്താവ് അല്ലെങ്കിൽ ഈ ലേഖനം എഴുതിയ വ്യക്തി അവകാശപ്പെടുന്നത്, ഞങ്ങൾ കർത്താവിൻ്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് ഞങ്ങൾ. അപ്പോൾ ഞാനിതെടുത്തു പറയാനുള്ള കാരണം, ഏറ്റവും കുറഞ്ഞത് നമുക്കിങ്ങനെയുള്ള വേദവാക്യങ്ങളെങ്കിലും ഒരു പക്ഷേ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമ്മിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാനായിട്ട് ഇങ്ങനെയുള്ള വാക്യങ്ങളെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അത് നമ്മൾ ചിന്തിക്കല് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്യലെന്ന്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വളരെ വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് ഈ പത്രോസിൻ്റെ ലേഖനം എന്നൊക്കെ പറയുന്നത് യേശു കർത്താവിൻ്റെ ഡീറ്റി, യേശു കർത്താവിൻ്റെ ദൈവത്വത്തെ വളരെ അധികം വ്യക്തമാക്കുന്ന ലേഖനങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ, ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇത് പത്രോസ് എഴുതിയല്ലെന്നും
പിന്നീട് അനേക വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തു സഭയിൽ യേശുവിന് ദൈവത്വം ആരോപിക്കുകയും അവർ പറയുന്നത് ദൈവമല്ലായിരുന്നു, പക്ഷെങ്കിൽ പിന്നീട് സഭ യേശുവിനെ ആരാക്കി? ദൈവമാക്കിയതാ. 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ചിന്ത ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഞാനീ പറയുമ്പോൾ ഇതൊന്നും ഇല്ലെന്നൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ റിയലായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഫേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങളിങ്ങനെ അതിൻ്റെ സീരിയസ്നെസ് എടുക്കാത്തത്. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ എന്നെ ഈ നിലയിലുള്ള ആ ക്രിട്ടിക്കൽ സ്റ്റഡിയിലേക്ക് നയിച്ചത് അങ്ങനെയുള്ള ഒരു അനുഭവമാണ്. 90s മലബാറിൽ ചില മാസങ്ങൾ താമസിച്ച് പരസ്യയോഗവും ആളാമ്പ്രതി സുവിശേഷ വേലയും ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനും വൈകുന്നേരങ്ങളിൽ പരസ്യയോഗവും അതുപോലെ ഈ ഫിലിം പ്രൊജക്ഷനുമൊക്കെ നടത്തിയ ഒരു ചെറിയ അനുഭവം ഉണ്ട്. ചില ആഴ്ചകൾ, ഏകദേശം 2 മാസത്തോളം. ആ സന്ദർഭങ്ങളിൽ ഒരു വലിയ എക്സ്പോഷറായിരുന്നു. അനേകരെ കൺഫ്രണ്ട് ചെയ്തു വിവിധ നിലകളിൽ. യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന യഹോവ സാക്ഷികളുമായിട്ടുള്ള കൺഫ്രണ്ട്. അന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഫൈനൽ, അതൊന്നും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ള ചിന്തയായിരുന്നു. എന്തിനേറെ KIM എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, കേരള ഇസ്ലാമിക് മിഷൻ എന്ന. അതിൻ്റെ ഒരു മെയിൻ പ്രവർത്തകനെ ഒരിക്കൽ ഒരു ബസ് യാത്രയ്ക്കിടയിൽ കാണാനിടയായി. ഞാൻ തോളിൽ സഞ്ചിയും തൂക്കി ട്രാക്റ്റെല്ലാം ഇട്ട് ആ ബസ്സിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പോൾ ഇദ്ദേഹം എന്നെ പരിചയപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി, ഞാനും ഒരു സുവിശേഷകനാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം നിങ്ങൾ പറയുന്നത് മറ്റു ക്രിസ്ത്യാനികളൊന്നും യഥാർത്ഥ ക്രിസ്ത്യാനികളല്ലെന്നും ഞാൻ ആരാണെന്നുള്ള അദ്ദേഹം മനസ്സിലാക്കി. ആ ട്രൂ ആയിട്ടുള്ള വേദപുസ്തകത്തിൻ്റെ പഠിപ്പിക്കലുകളിലേക്ക് നിങ്ങൾ വരണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ നിങ്ങൾ പറയുന്നത്, അതുപോലെ ഞാനും എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന ഒരു പ്രത്യേക പ്രമുഖ സുവിശേഷ വിഹിത സഭയിലെ ഒരു അറിയപ്പെടുന്ന സുവിശേഷകൻ്റെ റിലേഷനിൽപ്പെട്ട ആളാണ് ഞാനെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. ആദ്യം അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ല, വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഒത്തിരി പെശകുകളുണ്ട്, ഇതിനകത്തെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇന്ന ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടു, അതാ സത്യമെന്ന് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം ചില ലഘുലേഖകളൊക്കെ എനിക്ക് തന്നു, ഞാനത് വായിച്ചു. ആ ഒരു കൺഫ്രണ്ടേഷനാണ് ദൈവത്തിൻ്റെ വചനം ആഴമായി പഠിക്കാൻ എനിക്കിടയായി തീർന്നത്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്രണ്ടേഷനൊക്കെ നമുക്കൊന്ന് ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. നമുക്ക് പഠിക്കാനൊക്കെ ഒരു താല്പര്യം വന്നേനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, പത്രോസിൻ്റെ ലേഖനത്തോട് ഭയങ്കര അറ്റാക്കുണ്ട്. അതിലൊരു കാരണം, യേശു കർത്താവിൻ്റെ ദൈവത്വം വളരെ ഖണ്ഡിതമാകുന്ന ഭാഷയിൽ പുതിയ നിയമത്തിൽ മറ്റ് ചില ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിലയിൽ യേശു കർത്താവിനെ ദൈവം എന്ന് ഡയറക്റ്റ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നമ്മളത് കാണാം. അപ്പോഴാ ഒരു കാരണങ്ങളൊക്കെ തന്നെ, അങ്ങനെയുള്ള കാരണങ്ങൾ ഈ ക്രിസ്ത്യാനിറ്റി നൽകിയതാകുന്ന ഒരു ഫ്രീഡം, അതിൻ്റെ ഒരു മറുവശം ഞാൻ പറയുക, മറ്റ് ചില മതങ്ങൾ നൽകുന്നില്ല. ക്രിസ്ത്യാനിറ്റിയുടെ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ദ റൈറ്റ് ടു ക്വസ്റ്റ്യൻ, അതങ്ങനെയാണോ എന്ന് ചോദിക്കാനുള്ള ആ ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ പല ഡിഫറിങ് വ്യൂസ് ഉണ്ട്, ഇതെല്ലാം അവൈലബിളാണ്. ആ ഒരു നിലയിൽ മറുഭാഗത്തുള്ളത് വിധേയമാക്കാൻ ഒരു സമയത്തും സമ്മതിക്കുകയില്ല. ബൈബിൾ ക്രിട്ടിക്കലി പഠിക്കുന്നത് പോലെ മറ്റ് ചില ഗ്രന്ഥങ്ങൾ
പഠിക്കാൻ അനുവാദമില്ല. ഇന്നും അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു താല്പര്യം, ഏറ്റവും കുറഞ്ഞത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമാകുന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഒരു ചോദ്യം വന്നാൽ, ഉദാഹരണത്തിന് ഈ പത്രോസിൻ്റെ 2-ാം ലേഖനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് പത്രോസ് അല്ല എഴുതിയത് ഇന്ന കാരണങ്ങളാൽ എന്ന് പറഞ്ഞ്, എന്തൊക്കെ കാരണങ്ങൾ, ആ വിഷയത്തിലേക്ക് പോകാൻ സമയം നമ്മളെ അനുവദിക്കുന്നില്ല. ഭയങ്കര വാലിഡ് റീസൺസ് അവർ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, നോ, ഇന്ന കാരണങ്ങളാൽ ഇത് പത്രോസ് എഴുതിയതാണ് എന്ന് പറയാൻ കുറഞ്ഞ പക്ഷം നമുക്ക് കഴിയണം. അല്ലെ നമ്മുടെ ഉള്ളിൽ ആ ഉറപ്പെങ്കിലും ഉണ്ടാകണം. ഒരു പക്ഷെ പറയാൻ കഴിഞ്ഞില്ലേ പോലും നമ്മുടെ ഉള്ളിൽ ആ ഉറപ്പുണ്ടാകണം. അപ്പോൾ നമ്മൾ ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെയുള്ള വാക്യങ്ങളെങ്കിലും നമ്മുടെ ഉള്ളിൽ കാണണം. ഞങ്ങൾ ആ വിശുദ്ധ പർവ്വതത്തിൽ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നു, ഞങ്ങൾ ആ ശബ്ദം കേട്ടു, ഞങ്ങൾ യേശുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് എന്ന് നേരിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ് ഇതെഴുതിയത് എന്ന് പറഞ്ഞാൽ, 1-ാം നൂറ്റാണ്ടിൽ യേശു കർത്താവിൻ്റെ ജീവകാലത്ത് തന്നെ ജീവിച്ചിരുന്ന, അതിന് സാക്ഷ്യം വഹിച്ച ഒരു ക്രിസ്തു ശിഷ്യൻ്റെ കാഴ്ചപ്പാടിൽ യേശു ദൈവമാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. പത്രോസിൻ്റെ ഓതർഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ കാര്യം അതുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ഇത് പിന്നീടുണ്ടായ ഒരു മെയ്ഡപ്പ് സ്റ്റോറിയല്ല. പിന്നീട് യേശു കർത്താവിന് ദൈവത്വം ആരോപിച്ചുകൊണ്ട് ക്രിസ്തു സഭ ഉണ്ടാക്കിയ ചമച്ച ഒരു ഫോർജറി അല്ലെ, ഒരു ഫോർജറി അല്ല ഇത് എന്ന് നമുക്ക് വളരെ ബോധ്യമുണ്ടായിരിക്കണം. ഇവിടെ ശിമോൻ പത്രോസ് താൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്. താനാണ് ഈ ഓതർ, ഇത് ലേഖനം എഴുതിയതെന്ന് ആ സല്യൂട്ടേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് വിശദമാകുന്ന സ്റ്റഡി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നൽകാവുന്നതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് തൽക്കാലം പോകുന്നില്ല. രണ്ടാമതായിട്ട് ഏകദേശം AD 64-നും 68-നും ഇടയിലാകാം ഈ ലേഖനം എഴുതപ്പെട്ടത് എന്ന് പൊതുവെ വേദപഠിതാക്കൾ മനസ്സിലാക്കുന്നു. കാരണം പത്രോസ് അപ്പോസ്തലൻ റോമിൽ ചെന്നു എന്നതിന് മറ്റ് ചില പാരമ്പര്യങ്ങളും ചില തെളിവുകളുമുണ്ട്. എന്നാൽ റോമിൽ ചെന്ന് അവിടെ പോപ്പായിട്ട് വാഴുകയൊന്നുമല്ലായിരുന്നു. നീറോ കൈസറിനാൽ താൻ കൊല്ലപ്പെട്ടു എന്ന് ആണ് പൊതുവെ ചിന്തിക്കുന്നത്. നീറോ ക്രിസ്തു സഭയെ പീഡിപ്പിക്കാൻ തുടങ്ങിയത് AD 64-ലാണ്. തൻ്റെ മിസ്റൂളിന്, തൻ്റെ ദുഷ്ഭരണത്തിന് താൻ ക്രിറ്റിസിസം നേരിട്ടപ്പോൾ റോമൻ സെനറ്റ് തന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഈ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഭരണം ആ കാലത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഭരണമായിരുന്നു റോമൻ ഭരണമെന്നുള്ളത്. അപ്പോൾ കൈസർ എന്ന് പറയുന്നയാൾ അദ്ദേഹം ഒരു ഏകാധിപതിയാണെന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഹി വാസ് ഓൾവേസ് ആൻസറബിൾ ടു ദ സെനറ്റിന് ആൻസറബിൾ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഭരണക്രമമായിരുന്നു റോമൻ ഭരണക്രമം. അപ്പോൾ തൻ്റെ ദുഷ്ഭരണത്തിന് താൻ ആൻസറബിൾ ആയപ്പോൾ, അതിന് ഉത്തരവാദിയായി തീർന്നപ്പം, അതിൽ നിന്ന് മനുഷ്യരുടെ ശ്രദ്ധയെ തിരിച്ചുവിടാനായിട്ട് ഇദ്ദേഹം ഒരു പണി ചെയ്തു. റോമൻ നഗരത്തിന് തീ കൊടുത്തു. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. അപ്പോൾ റോമൻ ആ നഗരത്തിന് തീ കൊടുത്തേച്ച് ഇദ്ദേഹം ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ആരുടെ മേൽ കെട്ടിവെച്ചെന്നറിയാമോ? ക്രിസ്ത്യാനികളുടെ മണ്ടയ്ക്ക് കെട്ടിവെച്ചു, ദൈവമക്കളുടെ മണ്ടയ്ക്ക്. എന്നിട്ട് അവരെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തു സഭയ്ക്ക്, വിശേഷിച്ച് റോമിൽ,
ഒരു വലിയ പീഡനം നേരിടുകയും AD 68 മുൻപായിട്ട് പത്രോസ് അപ്പോസ്തലൻ റോമിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് പൊതുവെ ചിന്തിക്കുന്നത്. അപ്പോഴങ്ങനെയെങ്കിൽ AD 64 68 ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ലേഖനം എഴുതപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് ഇതാർക്കെഴുതി എന്നുള്ളത് ഒരു ചിന്തനീയമാകുന്ന വസ്തുതയാണ്. ഒന്നാമത്തെ ലേഖനത്തിൽ അതിൻ്റെ ആരംഭ വാക്യങ്ങളിൽ തന്നെ ഈ ലേഖനം ആർക്കെഴുതി, ഒന്നാമത്തെ ലേഖനം ആർക്കെഴുതിയെന്ന് അവിടെ പറയുന്നുണ്ട്. ഏഷ്യ മൈനറിലുള്ള ഇന്ന ദേശങ്ങളിലുള്ള ദൈവജനത്തിന് എഴുതി എന്ന് പറഞ്ഞ് ആ ചില ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻസ് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന ഇടത്തൊക്കെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണെന്ന്. ഒന്നാം ലേഖനം ഒന്ന് തിരിച്ചേ, ഇത് ക്ലാസ്സല്ലേ, ഒന്ന് തിരിച്ചേ, ഒന്ന് നോക്കിയേ, ശ്രദ്ധിച്ചേ. അവിടെ നമ്മൾ വായിക്കുന്നത് ആസിയയിൽ നോക്കിയേ, പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന. എന്നാൽ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയൊരു സ്പെസിഫിക് ലൊക്കേഷൻ, ഒരു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. കാണിച്ചോ ആ ഡിഫറൻസ് കണ്ടോ? ഒന്നാം ലേഖനം എഴുതുമ്പോൾ ഇന്നടത്തുള്ള ഇന്നവർക്ക് വേണ്ടി എഴുതി എന്ന് പറയുമ്പോൾ, രണ്ടാമത്തെ ലേഖനം അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നില്ല. എന്നാൽ ഒരു പക്ഷേ ഇവിടെ ഇത് ആദ്യത്തെ ലേഖനം എഴുതിയവർക്ക് തന്നെയാകാം എഴുതിയത് എന്ന് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവ് ഈ രണ്ടാം ലേഖനത്തിലുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? രണ്ടാം ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനം ആർക്കെഴുതിയോ അവർക്ക് തന്നെയാകാം ഒരു പക്ഷേ ഈ ലേഖനം എഴുതിയത് എന്ന് ചിന്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സൂചന രണ്ടാം ലേഖനത്തിലുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇത് ക്ലാസ് ആയതുകൊണ്ടാണ്. 3:1 കറക്റ്റ്. 3:1 ഒന്ന് വായിച്ചേ. ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ. അപ്പോൾ എങ്കിലും അത് അതിന് തക്കതായ ഒരു തെളിവല്ല എങ്കിൽ പോലും ഒരു പക്ഷേ വേണേ ആർഗ്യൂ ചെയ്യാം. ആർക്കെഴുതിയെന്ന് പറയുന്നില്ല, എന്നാൽ ആർക്കോ എഴുതി, അവർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനമാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പം അങ്ങനെയെങ്കിൽ മിക്കവാറുമൊക്കെ ആദ്യത്തെ ലേഖനം ആർക്കെഴുതിയോ അവർക്ക് തന്നെയാകാം ഇതെഴുതിയത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ കമോൺ, ഈ ലേഖനം പത്രോസ് അപ്പോസ്തലനാകാം എഴുതിയത് എന്നതിൻ്റെ തെളിവെന്താ? അതല്ല, നമ്മൾ പഠിച്ച കാര്യമാണ്. കമോൺ, ഇത് ബൈബിൾ ക്ലാസ്സാ. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാ. സിമ്പിൾ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അത്രയൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയണം എപ്പോഴും. വേറെ ഒന്നും പറയാൻ കഴിഞ്ഞില്ലേലും അതെങ്കിലും ദിവസത്തിലുള്ള കാര്യം പറയാനേലും നമുക്ക് കഴിയണം. സിമ്പിൾ റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഐ വിറ്റ്നസ് അക്കൗണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഇത് എഴുതിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളാണ് ആര്? പത്രോസ് അപ്പോസ്തലൻ. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഈ ലേഖനം എഴുതിയത്. 2, ഇത് ആർക്കെഴുതിയ എന്നുള്ള വിഷയം, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ചു.
ഇനി മൂന്നാമതായിട്ട് ഇതെഴുതാനുള്ള സാഹചര്യമെന്താണ്? ഈ വേദപുസ്തകം എന്ന് പറയുന്നത് മറ്റ് പല ഈ വേദപുസ്തകം, അതായത് പ്രത്യേകിച്ച് പുതിയ നിയമം, പഴയ നിയമവും എല്ലാം ഇറ്റ് വാസ് ഒക്കേഷൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യം ഉളവായി, എഴുതപ്പെടാനുള്ള ഒരു സാഹചര്യം ഉളവായതുകൊണ്ടാണ് എഴുതപ്പെടുന്നത്. അത് നമ്മൾ പുതിയ നിയമത്തിലെ ലേഖനങ്ങളൊക്കെ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റോമാലേഖനമോ കൊരിന്ത്യരുടെ ലേഖനം, റോമാലേഖനം എഴുതാനുണ്ടായതിനൊരു സാഹചര്യമുണ്ട്, ഒരു ഒക്കേഷനുണ്ട്. കൊരിന്ത്യ ലേഖനങ്ങൾ എഴുതാൻ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം, ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. ഗലാത്യ ലേഖനവും അങ്ങനെ തന്നെയാണ്. അല്ലെ കൊലോസ് ലേഖനമോ ഫിലിപ്പി ലേഖനമോ ഒക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ ആ ലേഖനങ്ങളൊക്കെ എഴുതാനായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടായി. ചിലയിടത്ത് ഇപ്പോൾ കൊരിന്ത്യ ലേഖനം എടുത്തു കഴിഞ്ഞാൽ ആ സഭയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു, തെറ്റായ ചിന്താഗതികളുണ്ടായിരുന്നു, ദുരുപദേശങ്ങളുണ്ടായിരുന്നു, പുനരുത്ഥാനം ഇല്ലെന്ന് പറയുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊരിന്തിലുള്ളവർ ചില സംഗതികൾ പൗലോസിനോട് സംശയം ചോദിച്ചു, അതിൻ്റെ മറുപടി എന്ന് വേണ്ട, ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്, ആ ലേഖനം. അപ്പോൾ ഒരു ഒക്കേഷൻ ഉണ്ടായി, ഒരു സാഹചര്യം ഉണ്ടായി. ഗലാത്യ ലേഖനവും അങ്ങനെ തന്നെയാണ്. നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ ഏത് ലേഖനം എടുക്കുക, ആ ലേഖനങ്ങളെല്ലാം എഴുതപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങളോ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ 1, 2, 3 ഒരു ഇത് എഴുതി വെച്ചിരുന്ന ഒരു കാര്യമൊന്നുമല്ല. ജീവിതഗന്ധിയാണ് വേദപുസ്തകം എന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അല്ല ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോൾ ആ കാര്യത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതുകയാണ്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ 1-ാം നൂറ്റാണ്ടിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാലഘട്ടങ്ങളിലും എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാരുടെ സകലവിധമാകുന്ന പ്രശ്നങ്ങളെയോ സംശയങ്ങളെയോ പ്രതികൂലങ്ങളെയോ ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നതാണ്. അത് പല വിധങ്ങളിലാകുമെന്നേ ഉള്ളൂ. പക്ഷേ ബേസിക്കായിട്ട് ഈ ലേഖനങ്ങളൊക്കെ എഴുതപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടായി. പത്രോസിൻ്റെ 1-ാം ലേഖനം എഴുതിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. 1-ാം ലേഖനത്തിൽ ദൈവമക്കളുടെ ആ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ആ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ എന്നുള്ളതായിരുന്നു 1-ാം ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നമ്മളത് കണ്ടു. പ്രധാനമായിട്ട് ദൈവമക്കൾ അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന അവരുടെ പീഡനങ്ങൾ, ആ പീഡനങ്ങളിൽ എങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു 1-ാമത്തെ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതിനെ ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ അന്നുണ്ടായ ക്രിസ്ത്യൻ പെർസിക്യൂഷനെ മുൻനിർത്തിക്കൊണ്ട് എഴുതിയ ലേഖനമായിരുന്നു 1-ാമത്തെ ലേഖനം. എന്നാൽ 2-ാമത്തെ ലേഖനം അങ്ങനെ പുറത്തു നിന്നുള്ളതാകുന്ന ഒരു പ്രത്യേക പീഡ അനുഭവങ്ങളെ സംബന്ധിച്ചുണ്ടായതല്ല 2-ാമത്തെ ലേഖനം. 2-ാമത്തെ ലേഖനം the church was facing an enemy within. മറ്റേ എനിമി എന്ന് പറയുന്നത് സഭയുടെ പുറത്തു നിന്നുള്ള ശത്രുവായിരുന്നെങ്കിൽ, ഇവിടെ 2-ാമത്തെ ലേഖനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അകത്തു നിന്നുള്ള ഒരു ശത്രു, ഇൻസൈഡ്, an opposition from within the church.
അപ്പോൾ അകത്തു നിന്നുള്ളതാകുന്ന ആ പ്രശ്നത്തെ എങ്ങനെ, അല്ലെങ്കിൽ അതിലെങ്ങനെ നിലനിൽക്കുവാൻ കഴിയും, അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ആ കാര്യമാണ് പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ലേഖനത്തിലുള്ള ആ ഫിസിക്കൽ സഫറിങ് നമ്മൾ പലരും അഭിമുഖീകരിക്കുന്നില്ല, ഉണ്ടാകത്തില്ല. എന്നാൽ ഈ രണ്ടാമത്തെ ലേഖനത്തിൽ പറയുന്ന ആ മോർ ഡേഞ്ചറസ് ആയിട്ടുള്ള ദൈവസഭയ്ക്കെതിരെയുള്ളതാകുന്ന പിശാചിൻ്റെ ആ തന്ത്രം അതെന്താണ്? ഇവിടെ ഈ ലേഖനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ദൈവമക്കളെ സ്വാധീനിക്കുന്ന ചില തെറ്റായ ഉപദേഷ്ടാക്കന്മാരെക്കുറിച്ചും അവരുടെ ഉപദേശങ്ങളെക്കുറിച്ചും ഈ ലേഖനം പ്രതിപാദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അതിൻ്റെ രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നതൊന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് വായിച്ചേ. ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. ശ്രദ്ധിക്കണം. അപ്പം നിങ്ങളുടെ ഇടയിലുണ്ടാകും. പൗലോസ് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫ്രം വിത്തിൻ യുവർ ഓൺ നമ്പർ. ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. അപ്പോൾ ഒന്നാമത്തെ ലേഖനം പുറത്തു നിന്നുള്ളൊരു ശത്രുവിനെ കുറിച്ച് എഴുതുന്നെങ്കിൽ, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്ന് എഴുതുന്നെങ്കിൽ, രണ്ടാമത്തെ ലേഖനം ഫോക്കസ് ചെയ്യുന്നത് ഹൗ ടു വിത്ത്സ്റ്റാൻഡ് എഗൻസ്റ്റ് ദ എനിമി വിത്തിൻ. അകത്തുള്ള എനിമി അത് ഭയങ്കര ഡേഞ്ചറസാണ്. പുറത്തുള്ള എനിമിയേക്കാളും അത് പറയേണ്ട കാര്യമില്ലല്ലോ. പുറത്തുള്ള ശത്രുവിനേക്കാളും അപകടകാരിയാരാ? അത് പറയേണ്ട കാര്യമില്ലാത്ത കാര്യമോ? കാരണം അവിടെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചേ, അവിടെ പത്രോസ് എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അവർ നാശകരമായ മതഭേദങ്ങൾ നുഴയിച്ച്, ആ വാക്കുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മലയാളത്തിലെ ആ ട്രാൻസ്ലേഷനും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതുകൊണ്ടാണ് ഈ ദൈവമക്കൾക്ക് ഞാൻ പലപ്പോഴും പറയാറുള്ള ഈ പള്ളി പറഞ്ഞത് എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ കേൾക്കരുത് പ്രസംഗങ്ങൾ. അതിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസും കൊടുക്കുക. പള്ളി പറഞ്ഞ നോ, നമ്മൾ ആര് പ്രസംഗിച്ചാലും, ദിസ് പ്രീച്ചർ ഇൻക്ലൂഡഡ്, ആര് പ്രസംഗിച്ചാലും ദൈവവചനത്താൽ അതങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആര് പ്രസംഗിച്ചാലും. പൗലോസ് എന്തിനാ പറയുന്നത്? ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്ന് പറയട്ടെ, അത് വിഷയമല്ല. ആര് പ്രസംഗിച്ചു എന്നുള്ള വിഷയമല്ല. നമ്മൾ ദൈവവചനം കൊണ്ട് അതിനെ പരിശോധിക്കണം. അത് ദൈവവചനത്തിന് നിരക്കുന്നതല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ പാടില്ല. ഞങ്ങളുടെ ഉപദേശി അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അത് ഫൈനൽ, ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ. ചോദ്യം ചെയ്തേക്കരുത്. കേട്ടോണം, വന്നോണം, കണ്ടോണം, കൊണ്ടോണം, ഇട്ടോണം, പൊക്കോണം. നോ, അങ്ങനല്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനം
നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അതിനെ ശോധന ചെയ്യണം. അതങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ ദിനംപ്രതി അവരെന്ത് ചെയ്തു? ശോധന ചെയ്തു. ബെരോവയിലുള്ളവർ അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച്, ഈ ഭയങ്കര ഡേഞ്ചറസ് ആണത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന എത്രയോ പേരുണ്ട്. ഈ കുമ്മനാട്ട് അടുത്തൊരു മനുഷ്യനുണ്ട്, അയാളെ ദൈവം എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അങ്ങനെ ഒരു ഡോക്ടറായിരുന്നു, ഡോക്ടർ ദൈവം. തുടങ്ങിയത് നമ്മുടെയൊക്കെ ഒരു കൂട്ടത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അങ്ങനെ എത്ര പേരുണ്ടെന്നറിയാവോ? ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പേര് പോയി. പിന്നെ ഞാൻ കേട്ടത് അവിടെ ഡിസ്ട്രിക്ട് PAP ഉണ്ടായിരുന്നൊരു പ്രിയപ്പെട്ട സഹോദരൻ, ഡിസ്ട്രിക്ട് PAP സെക്രട്ടറി ഒക്കെ ആയിരുന്നു, അദ്ദേഹവും ഇയാളുടെ കൂടെ കൂടിയെന്ന് പിന്നീട് ഞാൻ കേട്ടു. നോക്കി, നാശകരമാകുന്ന മതഭേദങ്ങളെ നുഴയിച്ച്, ക്രീപ്പിംഗ് ഇൻ, അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ ജാഗരൂകരാകേണ്ടത്, വളരെ ജാഗരൂകരാകണം. ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഇത് ഡിസ്ട്രക്റ്റീവ് ഹെറസി എന്ന ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. ഡിസ്ട്രക്റ്റീവ് ഹെറസി, നാശം വിതയ്ക്കുന്ന, അപകടമുണ്ടാക്കുന്ന മതഭേദങ്ങൾ അത് നുഴയിച്ച് അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും എന്തു ചെയ്യും? അനുകരിക്കുമെന്ന് പറഞ്ഞേക്കുക. ഇവിടെയാണ് വിഷയം. അപ്പോൾ ദി എനിമി വിത്തിൻ, അങ്ങനെയുള്ളതാകുന്ന ഒരു എനിമിയെക്കുറിച്ചാണ്, ഒരു ശത്രുവിനെ കുറിച്ചാണ് രണ്ടാമത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ടീച്ചിങ് എന്തായിരുന്നു? നമുക്ക് ഈ ലേഖനത്തിൽ തന്നെ ഇത് കാണാൻ കഴിയുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിൻ്റെ 3-4 വാക്യങ്ങൾ. അവർ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഡിനൈ ചെയ്തത്. ഒന്ന്, ദ പേഴ്സണൽ റിട്ടേൺ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവ് മടങ്ങി വരും എന്നുള്ള ആ കാര്യത്തെ അവരെന്ത് ചെയ്തു? ഡിനൈ ചെയ്തു. 2, യേശു കർത്താവ് മടങ്ങി വരത്തില്ലെങ്കിൽ പിന്നെന്തില്ല? പിന്നെ ന്യായവിധിയില്ലല്ലോ. അപ്പോൾ യേശു കർത്താവിൻ്റെ മടങ്ങി വരവ്, വരുവാനുള്ള ന്യായവിധി, ഈ 2 പ്രധാനപ്പെട്ട അടിസ്ഥാനപരമാകുന്ന ഉപദേശങ്ങളെ അവർ ത്യജിച്ചു. അത് നാശകരമാകുന്ന മതഭേദങ്ങളെന്നാണ് വായിക്കുന്നത്. ഇതിനെ അപ്പോസ്തലനാകുന്ന പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഡോക്ടർ ലൂക്കിൻ്റെ ഫ്രണ്ട്ഷിപ്പ് തനിക്കുണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം പറയുന്നത് അർബുദ വ്യാധി പോലെ എന്നാ പറയുന്നത്. അർബുദ വ്യാധി പോലെ. അതാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അവരെന്ത് ചെയ്തു? അനേകരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. അനേകരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതെത്ര സീരിയസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടേ. നമ്മൾ ദുരുപദേശം എന്നൊക്കെ പറയുമ്പോഴേ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, കൊച്ചു കാര്യങ്ങളൊന്നുമല്ലത്. അതിൻ്റെ 2-ാമത്തെ അധ്യായം, തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 16-ാമത്തെ വാക്യം. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. പിന്നെ 2 പേരെ എടുത്തു പറഞ്ഞു വെച്ചു. ഹുമെനോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു.
ശ്രദ്ധിക്കണം, അവര് സത്യം വിട്ട് തെറ്റി. ശ്രദ്ധിക്കണം, ഒരു നിമിഷം നിൽക്കണം. അപ്പൊ ഒരിക്കൽ ഇവരെന്തായിരുന്നു? സത്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാ. അതാണ് അതിന്റെ വിഷയം. ഒരിക്കൽ സത്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാ. അവരിപ്പോ എന്ത് ചെയ്തു? സത്യം വിട്ട് തെറ്റി. എന്നിട്ട് ഇപ്പൊ അവരെന്താ പഠിപ്പിക്കുന്നേ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇന്ന് ഞാൻ ഈ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായിട്ട് 5 വർഷം കഴിഞ്ഞ് ഞാൻ വേറെ വല്ലതും ഇവിടെ വന്ന് പറഞ്ഞാൽ അത് കേൾക്കരുത്. അതിനെ പൗലോസ് പറഞ്ഞത്. ഓഫ് കോഴ്സ് നമ്മുടെ പഠനത്തിൽ നമുക്ക് കൂടുതൽ ഇല്യൂമിനേഷൻസ് ഉണ്ടാകും, പ്രകാശനങ്ങൾ ഉണ്ടാകും. പക്ഷെ അടിസ്ഥാനപരമാകുന്ന ഉപദേശത്തിന് എന്തില്ല? മാറ്റമില്ല. അടിസ്ഥാന ഉപദേശത്തിന് ഒരു മാറ്റമില്ല. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, അതിൻ്റെ സമയത്തെക്കുറിച്ച്, പോസ്റ്റ് ട്രിബുലേഷനെന്നോ പ്രീ ഒത്തിരി ചിന്താഗതികളുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ചിന്താഗതിയിൽ അതൊന്നും വലിയ കാര്യങ്ങളല്ല. പക്ഷെങ്കിൽ കർത്താവിൻ്റെ വരവിനെ ഒരാൾ ഡിനേ ചെയ്താലോ അത് വളരെ സീരിയസാണ്. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമാകുന്ന ഉപദേശം, ന്യായവിധിയെക്കുറിച്ചുള്ളത്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൗലോസ് പറയുന്നത് അവർ സത്യം വിട്ട് തെറ്റി. അതുപോലെ ഇവിടെ ചിലര് അവരെന്ത് ചെയ്തു? അവർ ചോദിക്കുന്നത് ഇപ്പോഴിങ്ങനെയാണ്. അവരാദ്യം ഇവരുടെ കൂട്ടത്തിലായിരുന്നു, പക്ഷെ ഇപ്പോൾ അവർ പഠിപ്പിക്കാൻ തുടങ്ങിയേക്കുന്നത് 3-4 വാക്യങ്ങൾ, 3-4. എവിടെ? വേർ ഈസ് ദിസ് പ്രോമിസ്? വേർ ഈസ് ദിസ് കമ്മിങ് ഹി പ്രോമിസ്ഡ്? ചില ഭാഷാന്തരങ്ങളിൽ അങ്ങനെയാ പറയുന്നേ. അല്ലെ, ഇതും ശരിയാ. എവിടാ പറഞ്ഞേക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ലല്ലോ. ആദ്യം മുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ദൈവം അങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ? അതാ അവർ ചോദിക്കുന്നേ. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാ. ലോകം ഇങ്ങനെ പോകുകയാണ്. അവിടെ മരണമുണ്ട്, ജനനമുണ്ട്. പിന്നെ ചിലരൊക്കെ നമ്മുടെ ഇടയിലും ചിലർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുക. പിതാക്കന്മാരുടെ കാലം മുതൽ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഏതെങ്കിലും കാലഘട്ടത്തിൽ ദൈവം അങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ? അതിനാ പത്രോസ് പറയുന്നത് നോഹയുടെ കാലത്തെക്കുറിച്ചും വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെക്കുറിച്ചും ലോത്തിനെക്കുറിച്ചും സോദോം ഗോമോറയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു പറയുക. നോ, ദൈവം ഇൻ്റർവീൻ ചെയ്തിട്ടുണ്ട്. നോക്ക്, ദൈവം ഇൻ്റർവീൻ ചെയ്തിട്ടുണ്ട്. അതാ വലിയ തെളിവ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്, ഇനി ഇടപെടും. അപ്പൊ ഇവർ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഓരോ തലമുറ ഇങ്ങനെ കടന്നു പോകുകയാ. ഇതൊക്കെ ഇങ്ങനെ പോകും എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് കർത്താവ് മടങ്ങി വരത്തുമില്ല, ഒരു ന്യായവിധി ഒട്ടും ഇല്ല. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. അപ്പൊ ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ഡിസ്ട്രക്റ്റീവ് ഹെരസീസ് എന്ന് പത്രോസ് പറയുന്നത്. നാശകരമായ മതഭേദങ്ങൾ. അങ്ങനെ പക്ഷേ പൗലോസ് പറയുകയാണ്, അങ്ങനെയുള്ളതാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പത്രോസ് പറയുകയാണ്, അവരങ്ങനെ പഠിപ്പിക്കുന്നു എങ്കിലും നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ, ഈ ലേഖനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരു പ്രത്യേക വിഷയം പറഞ്ഞു. ആരംഭിക്കുന്നത് ഇങ്ങനെയാ, 2-ാം വാക്യം. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ
യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഇത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? 3:18 കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവേൻ. അപ്പോൾ ഗ്രോവിംഗ് ക്രിസ്ത്യൻസ് വിൽ ബി നോവിംഗ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അറിവ് വർദ്ധിപ്പിക്കുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. അറിവ് ആവശ്യമാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുക. യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമാകുന്ന ബന്ധത്തിൽ ക്രിസ്തുവിനെ അറിയുന്ന, ക്രിസ്തുവിൻ്റെ കൃപയിൽ വർദ്ധിച്ചു വരുന്ന, യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്നു വരിക. അങ്ങനെ വളർന്നു വരുന്ന ഒരാളെ തെറ്റിക്കുവാൻ പ്രയാസം. ഞാൻ എവിടെയോ കണ്ട ഒരു കാര്യം, അതായത് അതിങ്ങനെയാ, when the wolf comes, അല്ല, the safest place of a sheep is near to the shepherd when the wolf comes. ചെന്നാ വരുമ്പം ആടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാണെന്നറിയാമോ? ഇടയൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദുരുപദേശങ്ങൾക്കെതിരെയുള്ള ഏറ്റവും നല്ല ഒരു മരുന്നെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുക. യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുക. ആ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ചാണ് അതെത്ര ശ്രേഷ്ഠമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. ദ എക്സലൻസി ഓഫ് ദ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ എക്സലൻസി, അതിന് പകരം വെക്കാനായിട്ടൊന്നുമില്ലെന്ന് താൻ പറയുന്നു. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാ. എന്തെല്ലാം പറയാനുണ്ട്, ഒരുപാട് പാരമ്പര്യം പറയാനുണ്ട്. ഇസ്രായേൽ ജാതിക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ, സഭയെ തീഷ്ണ നിമിത്തം, ബിക്കോസ് ഓഫ് സീൽ ഐ പെർസിക്യൂട്ടഡ് ദ ചർച്ച്, സീലുള്ള ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എന്തെല്ലാം പറയാനുണ്ട്. ഇതെല്ലാം പറഞ്ഞു വന്നേച്ച് താൻ പറയുന്നതാകുന്നൊരു കാര്യം ഇതാ: ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം അവയെല്ലാം എനിക്കെന്താ? ചവർ. നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കർത്താവുമായിട്ടുള്ള ബന്ധമാണ് വിഷയം. റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ഇൻ്റലക്ച്വൽ നോളജ് നമുക്ക് ആവശ്യമാണ്, അതാവശ്യമാണ്. പക്ഷെങ്കിൽ കർത്താവിൻ്റെ ആ പരിജ്ഞാനം, അതുകൊണ്ടാണ് താൻ ഇതാരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇതിനെക്കുറിച്ച് പറഞ്ഞ പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ എന്താണ് നമ്മൾ കാണുന്നത്? യേശു ക്രിസ്തുവിൽ എന്താ കാണുന്നത്? ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
ആ ദൈവത്തെ അറിയുവാൻ ക്രിസ്തുവിൽ കൂടെ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പം ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ യേശു കർത്താവിൻ്റെ കൃപയിൽ പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുന്നത് നിശ്ചയമായിട്ടും നമ്മെ ഇങ്ങനെയുള്ളതാകുന്ന അബദ്ധങ്ങളിൽ നാം അകപ്പെട്ടു പോകാതെ നമ്മളെ സംരക്ഷിക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് പ്രധാനമായിട്ട് പത്രോസ് അപ്പോസ്തലൻ ഇവരോട് പറയുകയാണ്. അതായത് ഈ ശരിയാകുന്ന ആ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നെങ്കിലേ ഈ തെറ്റായ ഉപദേശങ്ങൾ ഒഴിവാക്കാൻ കഴിയത്തുള്ളൂ. രണ്ടാമതായിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ആകട്ടെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞു. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ചില മിനിറ്റുകൾക്കുള്ളിൽ. ഈ 1-2 വാക്യങ്ങളിൽ പത്രോസ് ആ സല്യൂട്ടേഷനാണ്, ഒരു സാധാരണ ലേഖനം ആരംഭിക്കുന്നത് പോലെ തന്നെ ഉള്ള സല്യൂട്ടേഷനാണ്. ആ സല്യൂട്ടേഷനിൽ താൻ ആരംഭിക്കുന്നത് സാധാരണഗതിയിൽ മിക്കവാറുമുള്ള ലേഖനങ്ങളൊക്കെ ആരംഭിക്കുന്നത് പോലെയാണ്. അതിങ്ങനെ: യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്. ഈ 2 വാക്കുകൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാകുന്ന വിഷയമാണ്. 2 കാര്യങ്ങളാണ് പത്രോസ് തന്നെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന്, താൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനും എന്നുള്ള ആ കോമ്പിനേഷൻ പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ ചുരുക്കം ചില ലേഖനങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഈ 2 കൂടെ ചേർന്ന കോമ്പിനേഷൻ. എന്നാൽ മറ്റ് ലേഖനങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല ലേഖനങ്ങളിലും, വിശേഷിച്ച് പൗലോസൊക്കെ റോമാലേഖനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനും എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തീത്തോസിൻ്റെ ലേഖനത്തിലുണ്ട്. മറ്റ് ലേഖനങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദാസൻ എന്ന് പറഞ്ഞാണ് തന്നെ പരിചയപ്പെടുത്തുന്നത്. ഈ ദാസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എന്താണ് ആ പദം അർത്ഥമാക്കുന്നത്? എന്താ? അപ്പോസ്തലൻ എന്ന് പറയുന്നതിനാൽ അർത്ഥമാക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു, ഞാൻ ഈ പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്, നിങ്ങളത് കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നൊരു പ്രവാചകൻ പറയുന്നതിന് ഈക്വലൻ്റായിട്ടുള്ള കാര്യമാണ് പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ എന്ന പദം. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരുവൻ എന്ന് പറഞ്ഞാൽ പ്രവചനപരം, ഒരുവൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ തനിക്ക് തോന്നുന്നെങ്കിൽ ഞങ്ങൾ പറയുന്നത് കർത്താവിൻ്റെ കൽപ്പനയെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. We have the final say because we are the apostle of Christ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് പകരം നിന്ന് ക്രിസ്തു ഇങ്ങനെ പറയുന്നു എന്ന് പറയാനുള്ള അധികാരം ഞങ്ങൾക്ക് കിട്ടിയെന്ന് അവകാശപ്പെടുന്നേ. അപ്പോൾ അപ്പോസ്തലൻ എന്ന പദം കർത്താവ് തന്നെ അയച്ചു, ഇത് പറയാനുള്ള അധികാരം, അതോറിറ്റി തനിക്ക് കിട്ടി എന്നതാണ് വെളിവാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗലാത്യ ലേഖനമൊക്കെ എഴുതുമ്പോൾ അപ്പോസ്തലൻ എന്നുള്ള ആ പദവിയെ പൗലോസ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇത് പറയാനുള്ള അധികാരം എനിക്ക് ക്രിസ്തുവിനാൽ ഉണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റ് ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദാസൻ എന്നാണ് പറയുന്നത്. ഈ ദാസൻ എന്നുള്ള പദമെന്ന് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ദാസൻ എന്നൊക്കെ പറയുന്നത് പോലല്ല, സ്ലൈവ് എന്ന അർത്ഥമാണ് ദാസൻ. സ്ലൈവ്, അടിമ എന്ന അർത്ഥമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടിമയാണ് ഞാൻ എന്ന് തന്നെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് അർത്ഥമാക്കുന്നത് സത്യത്തിൽ തൻ്റെ ആ ഹ്യൂമിലിറ്റി, താൻ വളരെ ഹമ്പിളാണ്
എന്ന് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു കാര്യമല്ല സത്യത്തിൽ ദാസൻ എന്നതിനാൽ താൻ അർത്ഥമാക്കുന്നത്. ഈ ദാസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി എന്നൊക്കെ പറയുന്നത് കൊച്ചു കാര്യമൊന്നുമല്ല. ഇന്ന് നമുക്കത് കൊച്ചു കാര്യമൊക്കെ തോന്നിട്ട് നമ്മൾ വേറെ പേരുകളൊക്കെ എടുക്കുക, അത് പോട്ടെ. പക്ഷേ വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ ദാസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയുടെ ദാസൻ, ദ സെർവൻ്റ് ഓഫ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ പറയുമ്പോൾ അതിന് ഒരു പ്രത്യേകമാകുന്ന അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താ? ആ അർത്ഥം മറ്റൊന്നുമല്ല, ഐ ആം ടോട്ടലി ഓൺഡ് ബൈ മൈ മാസ്റ്റർ. എൻ്റെ സ്റ്റാറ്റസ്, മൈ സ്റ്റാറ്റസ് ഈസ് നോട്ട് മൈ ഓൺ, ബട്ട് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം മൈ മാസ്റ്റർ ഹു ഈസ് മൈ ഓണർ. അതായത് ഞാനും നിങ്ങളും കർത്താവിൻ്റെ ദാസനെന്നോ ദാസിയെന്നോ വിശേഷിപ്പിച്ചാൽ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റേതല്ല, ഞാൻ മറ്റൊരാളുടേതാണ്, ആ ആളിന് ഞാൻ ഡിവോട്ടഡ് ആണ്, ഞാൻ ആ ആളിൻ്റെ പ്രോപ്പർട്ടിയാണ്. ദാസൻ എന്ന് പറഞ്ഞാൽ അതാർത്ഥം, ഡൂലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാർത്ഥം. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എൻ്റെ ഉടയവൻ, ഉടയവൻ, എൻ്റെ യജമാനൻ, ഞാൻ അവിടുത്തെ പ്രോപ്പർട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ദാസനെന്നും ദാസിയെന്നും ഒക്കെ പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. നമുക്ക് വേറെ ടൈറ്റിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ദാസൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പദവിയാണ്. കാരണം 1-ാം നൂറ്റാണ്ടിൽ ഈ കൈസറിൻ്റെ ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ സ്ലേവ് ഓഫ് സീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ദാസൻ എന്തേലും പറ്റിക്കഴിഞ്ഞാൽ അത് ആർക്കെതിരെയുള്ള അതിക്രമമാണെന്നറിയാമോ? കൈസർക്ക് എഴുതി. കാരണം കൈസറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെയെങ്കിൽ സെർവൻ്റ് ഓഫ് യാഹ്വേ, യഹോവയുടെ ദാസൻ എന്ന് പഴയ നിയമത്തിൽ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം മുതലായ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മോശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സാമുവേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ അപ്പോസ്തലനാകുന്ന പത്രോസ് താൻ പറയുകയാണ്, ഞാൻ ആരാണ്? ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരുടെ പ്രോപ്പർട്ടിയാണ്? ഞാൻ യേശുക്രിസ്തുവിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലോട്ടൊന്ന് വരണം. ഞാൻ ആരുടെ പ്രോപ്പർട്ടിയാണ്? യേശുവിൻ്റെ പ്രോപ്പർട്ടിയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മളെ ഇവരൊക്കെ ഇട്ട് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. എന്തിനേറെ ഈ ചിറ്റാർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട്, കിലോമീറ്റർ കണക്കിന് റോഡിൻ്റെ സൈഡിൽ തേക്ക് തടി വെട്ടിയിട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളാര്? അപ്പോൾ എൻ്റെ നേരത്തെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതാരേലുമൊക്കെ എടുത്തോണ്ട് പോകില്ലേ? എടുത്തോണ്ട് പോവുകയില്ല. കാര്യം എന്താണെന്നറിയാമോ? അതേലൊരു സീലുണ്ട്, എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. എടാ, കേരള സർക്കാരിൻ്റെ ആ ഒരു സീൽ, അല്ലെങ്കിൽ വലിയ സംരക്ഷണമൊന്നുമില്ല, കിടക്കുന്ന ഒരു തേക്ക് തടി എടുക്കാൻ ചിന്തിക്കുന്നവൻ രണ്ടാമതൊന്ന് ചിന്തിക്കുമെങ്കിൽ അത്യുന്നതനാകുന്ന ദൈവത്തിൻ്റെ ദാസനെന്നും ദാസിയെന്നും ഒക്കെ പറയുന്ന നമ്മുടെ ആ പദവി, ആ ഓണർ എന്താ?
ഇത് നമ്മുടെ ഉള്ളിലോട്ടൊന്ന് വരണം. പത്രോസ് പറയുക, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ്. ഐ ആം ദ സെർവൻറ്റ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ ഉള്ളിലോട്ട് ഈ ഒരു, ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക. ഞാൻ അപ്പോസ്റ്റലാണ്, എനിക്കിത് പറയാനുള്ള അധികാരം ദൈവം തന്നു. ഞാൻ സെൻറ്റ് ഔട്ടാണ്, എന്നെ അയച്ചിരിക്കുകയാണ് ഇത് പറയാൻ. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ കാര്യം ഞാൻ ആരാ? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയാണ്. ആരുടെ പ്രോപ്പർട്ടിയാണ്? രാജാതിരാജാവും കർത്താധികർത്താവുമായവൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് എങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ്? അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തിട്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് ക്രൂശിൽ അവിടുത്തെ തിരുരക്തം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചിന്തിയിട്ട് എന്നെയും നിങ്ങളെയും ആരാക്കി വിലയ്ക്ക് വാങ്ങി, നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആ പൊന്നിണം നമ്മുടെ വിലയായിട്ട് നൽകാൻ നമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? അല്ല. അൺകണ്ടീഷണലി വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ പിന്നെ എന്തിനാ പ്രയാസപ്പെടുന്നത്? പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? പിന്നെ എന്തിനാ ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത്? നമ്മൾ കർത്താവിൻ്റെ പ്രോപ്പർട്ടി അല്ലേ? ഇനിയും കർത്താവിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മുടേത് മുഴുവൻ കർത്താവിൻ്റേതല്ലേ? അത് കർത്താവിന് വേണ്ടിയുള്ളതല്ലേ? അത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ലേ? ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. പത്രോസിൻ്റെ ലേഖനം നമ്മൾ തുടർന്ന് പഠിക്കാൻ പോകുന്നത് ആ നിലയിലാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. പക്ഷേ ആദ്യമേ തന്നെ മനസ്സിലാക്കണം, ആ പരിജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ഇതിൻ്റെ ബേസിസ്? നമ്മളെ അവിടുത്തെ വകയാക്കി തീർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി, ദൈവത്തിന് നമ്മോട് കരുണ തോന്നി, നമ്മളെ വിലയ്ക്ക് വാങ്ങി, നമ്മളെ അവിടുത്തെ മക്കളാക്കി, നമ്മളെ അവിടുത്തെ അവകാശികളാക്കി. അങ്ങനെയെങ്കിൽ ആ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, ആ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം മുഴുവനായി സമർപ്പിക്കപ്പെടുവാൻ, ആ ബോധത്തിൽ നമ്മുടെ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.